ഇതിലത് എഴുത്തോ കുത്തിവരയോ നമ്പറോ ഒന്നും അല്ലാണ്ട് ചിത്രം ആവുന്നത് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളാ വരച്ചത് ഇതാണ് എന്ന് നമുക്കല്ല നമുക്ക് പറ്റും, മറ്റൊരു കാണുന്ന ഒരാൾക്കും കൂടെ പറ്റുമ്പോഴാണ് അതിനെ നമ്മൾ ചിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ചിത്രം വരച്ചു, അല്ലെ ഞാൻ ചിത്രം വരച്ചു, അല്ലെ അവൻ ചിത്രം വരയ്ക്കുകയാണ് എന്ന് പറയുന്നത്. അവൻ പേപ്പറിൽ കുത്തി വരയ്ക്കല്ല, അവൻ പേപ്പറിൽ സൈൻ ചെയ്യല്ല, അവൻ പേപ്പറിൽ നമ്പർ എഴുതല്ല, അവൻ പേപ്പറിൽ അക്ഷരങ്ങൾ എഴുതല്ല, അവൻ ചിത്രം വരയ്ക്കുകയാണ് എന്ന് ഒരാൾക്ക് പറയാൻ പറ്റണമെങ്കിൽ അയാള് നമ്മുടെ പേപ്പറിൽ വന്ന് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ആ വസ്തുവിനെ, ഒബ്ജക്റ്റിനെ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ചിത്രം അങ്ങനെയാണ്. ചിത്രം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരാൾ പേപ്പറിൽ വരച്ചൊരു ചിത്രം, ഒരു വീട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഒരാള് നോക്കുമ്പോൾ ആ ചിത്രം അയാളോട് പറയും ഞാനൊരു വീടാണ്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു വീടാണ്, ഇതൊരു മരമാണ്, ഇതൊരു പുഴയാണ് എന്ന് മനസ്സിലാവും. അപ്പൊ ചിത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചിത്രത്തിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, ആശയങ്ങൾ കൈമാറാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ട് ആളുകളൊക്കെ ഗുഹകളിലൊക്കെ ചിത്രം വരച്ചു വെച്ചത്. അവർക്ക് അക്ഷരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഭാഷയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ചിത്രങ്ങൾ വരച്ചിട്ടാണ് മറ്റുള്ളവരെ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ വരച്ചു. അവർക്ക് വലിയൊരു മൃഗമുണ്ട്, നമുക്ക് പേടിപ്പെടുത്തുന്ന മൃഗവും വലിയൊരു ജന്തുവിനൊക്കെ മറ്റൊരാളോട് പറയാൻ അവർക്ക് അറിയില്ലായിരുന്നു, മറ്റു ഭാഷയുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറയുന്നൊരു കല്ലെടുത്തിട്ട് അവരുടെ ഗുഹയുടെ ഭിത്തിയിലും അതിന്റെ ചിത്രം വരച്ചു വെച്ചു. അപ്പൊ മറ്റൊരാൾക്ക് മനസ്സിലായി ശരിയാണ്, ഞാനും നാളെ പോയപ്പോൾ അവൻ പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറ്റും എന്നുള്ളതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. ചിത്രം വരയ്ക്കാൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചിത്രങ്ങൾ പലതരത്തില് നമുക്ക് ചിത്രം വരയ്ക്കാം. ഒരാളെ നമ്മൾ നോക്കി വരയ്ക്കുമ്പോൾ അതിന് നമ്മൾ പോർട്രേറ്റ് വേണം. ഒരാളെ നോക്കി വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അയാളെ കുറച്ച് കോമിക് ആക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മളതിനെ കാരിക്കേച്ചർ ഉണ്ട്. അതായത് മൂക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ, അതേപോലെ ഗാന്ധിജിയൊക്കെ നട്ടത്തല വരച്ചിട്ട് ഇങ്ങനെയൊക്കെ വരും. ഇതിലൊക്കെ നമ്മൾ കാരിക്കേച്ചർ നടത്തുക. അവരുടെ ആ പ്രത്യേകതകൾ ഓരോ മനുഷ്യർക്കും മറ്റൊരു മനുഷ്യർക്കും ഒരു പ്രത്യേകതയില്ല. ആ പ്രത്യേകതകളെ നമ്മളിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത്, എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ ഓവറാക്കും, പെരുപ്പിച്ചു കാര്യം, അങ്ങനെയൊക്കെ വരയ്ക്കുന്ന ചിത്രമുണ്ട്. പിന്നെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചുമർ ചിത്രമുണ്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ വരയ്ക്കുന്ന ചിത്രമുണ്ട്. അമ്പലത്തിൽ മാത്രമല്ല ചുമർ ചിത്രം, അമ്പലത്തിൽ വരയ്ക്കുന്ന ചുമർ ചിത്രം വേറെ രീതിയിലാണ്. അല്ലാത്ത ചുമർ ചിത്രം മുത്തമ്പിപ്പയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചുമരിൽ വരയ്ക്കുന്ന ആർട്ട് പോലത്തെ ചിത്രങ്ങളുണ്ട്. പിന്നെ പെയിന്റിങ്ങുകളുണ്ട്. അത് വാട്ടർ വെച്ച് ചെയ്യുന്നതുണ്ട്, ഓയിൽ വെച്ച് ചെയ്യുന്നതുണ്ട്, പിന്നെ പെൻസിൽ വെച്ച് ചെയ്യുന്നതുണ്ട്, പിന്നെ ക്ലോത്തിൽ ചെയ്യുന്ന പെയിന്റിങ്ങുകൾ, ഗ്ലാസിൽ ചെയ്യുന്ന പെയിന്റിങ്ങുകൾ, അങ്ങനെ ചിത്രങ്ങൾ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അതിനകത്ത്. ബോട്ടിന്റെ മേലെ ചെയ്യും. പിന്നെ വരുന്നതാണ് അനിമേഷൻ, ചലിക്കുന്ന ചിത്രങ്ങൾ, ജീവനുള്ള പോലെ ചലിക്കുന്ന ചിത്രങ്ങൾ. ഇതെല്ലാം ചിത്രമാണ്. എല്ലാവരും നമ്മൾ ഒരുപോലെ അല്ല വരയ്ക്കുക. ഓരോന്നിൻ്റെതായിട്ടുള്ള രീതികളും പിന്നെ വ്യത്യാസങ്ങളും നിയമങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് ഏത് രീതിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആദ്യം നമുക്ക് ചിത്രം വരയ്ക്കാൻ അറിയാം. ചിത്രം വരയ്ക്കാൻ ശ്രമിക്കണം. ചിത്രം വരച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴാണ്, കുറെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് അതിൽ ഏതിനോടാണ് കൂടുതൽ പറ്റുന്നത്, ഏതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഈ ചിത്രമേഖലയിൽ ഏത് മേഖലയ്ക്ക് പോകുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഹെൽപ്പ് ആവുക, അല്ലെ എനിക്കത് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും
നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. തുടക്കത്തിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ വരയ്ക്കും. നമുക്ക് അധികം വരയ്ക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ കണ്ടു പരിചയമുള്ള കഥാപാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ പോലുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. പിന്നെ പിന്നെ മെല്ലെ നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ്. അപ്പൊ വരച്ച് തുടങ്ങുമ്പോൾ ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്നതൊക്കെ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വരച്ചിട്ടൊക്കെയാണ് നമ്മൾ ചിത്രം വര തുടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കി വരയ്ക്കുന്നത് മാത്രം ശീലിച്ചു കഴിഞ്ഞാല്, നോക്കി വരയ്ക്കുന്നത് മാത്രമാണ് നമ്മൾ ചിത്രമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ചിത്രം വരയ്ക്കണം എന്നതിലൊക്കെ നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മുടെ സ്വന്തമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കണം. നമുക്ക് സ്വന്തമായിട്ട് ചിത്രം വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ചിത്രം. നമ്മൾ കഥ എഴുതുമ്പോഴും കവിത എഴുതുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. വേറൊരു കവിത നമ്മൾ നോക്കി എഴുതിയിട്ട് ഞാൻ എഴുതിയ കവിതയാണെന്ന് പറഞ്ഞാലും ആരും അത് അംഗീകരിക്കില്ല. വേറൊരാളുടെ കഥ, വേറൊരാളുടെ കവിത ഒക്കെ നമ്മൾ നോക്കി എഴുതി കഴിഞ്ഞാൽ നമ്മളാണെന്ന് ആരും സമ്മതിച്ചു തരില്ല. അതേപോലെയാണ് നമ്മൾ വേറെ ചിത്രം നോക്കി വരച്ചിട്ട് അതെന്റെ ചിത്രമാണ്, ഞാൻ നോക്കി വരച്ചാന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതെന്റെ ചിത്രമാണെന്ന് നമുക്ക് എവിടെയും പറയാൻ പറ്റും. നമ്മുടെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വരക്കേണ്ടി വരും. അപ്പം കുട്ടികളാകുമ്പോഴും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വേണ്ടി വരും. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചിത്രം വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. സ്വന്തമായിട്ട് ചിത്രം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റിലുള്ള കാഴ്ചകളെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിത്രം വരയ്ക്കണം. മറ്റേ കാർട്ടൂണുകളൊക്കെ നമ്മൾ നോക്കിയാൽ, ഇപ്പൊ ഡോറേനെ നമ്മൾ നോക്കി വരച്ചു കഴിഞ്ഞാല് ഡോറേന് ശരിക്കും വരച്ച ഒരാളും അയാളുടെ ചിത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഡോറയിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ചിത്രം ആവില്ല. അതേസമയം നമ്മുടെ വീടിന്റെ മുമ്പിൽ തെങ്ങ് നോക്കി വരച്ചാൽ നമ്മുടേതാണ്. നമ്മുടെ പുഴയിൽ നമ്മൾ നോക്കി വരച്ചാൽ നമ്മുടെ ചിത്രം. അത് നമ്മള് മനസ്സിൽ സങ്കല്പിച്ചിട്ട് ചിത്രം വരച്ചാൽ നമ്മുടേതാണ്, അത് വേറെ ആരുടെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചിത്രം വരയ്ക്കാനും ശ്രമിക്കണം. അപ്പൊ നമുക്ക് ചിത്രം വരയില് തുടക്കത്തിൽ എന്താണ് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു കുട്ടി, ആ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചിത്രം വരച്ചു. ആ ചിത്രം ഞാൻ ഇവിടെ വരയ്ക്കാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി സ്ലൈറ്റിലാണ് ചിത്രം വരച്ചത്. ഇങ്ങനെയാണ് വരച്ചത്. ഇങ്ങനെ ഒരു അക്ഷരം എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എഴുതി ഇങ്ങനെ വരച്ചു. ഇങ്ങനെയാണ് ആ കുട്ടി ചിത്രം വരച്ചത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ചിത്രം വരച്ച് അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഈ കുട്ടി ഈ ചിത്രം ടീച്ചർക്ക് കാണിച്ചു കൊടുത്തു, വീട്ടിലെ അമ്മയ്ക്കും അച്ഛനൊക്കെ കാണിച്ചു കൊടുത്തു, വീട്ടിലെ ആകെ ഇരിക്കുന്നപ്പോ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. കുട്ടി കഴിഞ്ഞൊരു ചമ്മൽ ഒന്നും തോന്നിയിട്ടില്ല. ഈ കുട്ടി 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1ാം ക്ലാസ് കഴിഞ്ഞ് 3ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് എത്തി. 4ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് കുട്ടി വീണ്ടും ഇതുപോലെ ഒരു കോഴീനെ വരക്കാനായിട്ട്
അപ്പൊ ആ കുട്ടി വരച്ച ചിത്രം ഇങ്ങനെ ആയിപ്പോയി. നാലാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വരച്ചത്. പിന്നെ കുട്ടി 8ാം ക്ലാസ്സിലേക്ക് എത്തി. 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക്. 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ ആ കുട്ടി ഒരു കോഴിനെ വയസ്സു. ആ കോഴി ഇങ്ങനെയായിരുന്നു. 8ാം ക്ലാസ്. പിന്നെ ആ കുട്ടി +2ലേക്ക് എത്തി. വീണ്ടും 4 വർഷം കഴിഞ്ഞിട്ട് +2ലേക്ക് എത്തി. അപ്പോ ആ വരച്ച കുട്ടി വരച്ച ചിത്രമാണ് +2ലേക്ക് എത്തിയത് ഇങ്ങനെ. ഓക്കെ, അപ്പൊ 1ാം ക്ലാസ്സിൽ നിന്ന് വരച്ചു. 4ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെയായിരുന്നു. +2ലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ. അപ്പൊ ഈ കുട്ടിക്ക് എല്ലാം ഓക്കെ ആയിട്ട് ഒരു മോർണിംഗ് വരയ്ക്കാൻ 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് പറ്റുമെന്ന് ഈ പിന്നെ പറയാൻ പറ്റുമോ? ഈ കുട്ടി 1ാം ക്ലാസ്സിൽ വരച്ചതാണ്, 4ാം ക്ലാസ്സിൽ വരച്ചതാണ്, 8ാം ക്ലാസ്സിൽ വരച്ചതാണ്, +2 എത്തിയപ്പോൾ വരച്ചതാണ്. ഈ കുട്ടിക്ക് ഒരു തെറ്റും വരാണ്ട് ഒരു കോഴീനെ വരയ്ക്കാൻ എപ്പോഴാ പറ്റുക? 8ാം ക്ലാസ് പഠിക്കുമ്പോഴാ പറ്റുക? അല്ലെ എത്ര വയസ്സാകുമ്പോഴാ പറ്റുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. താഴെ മെസ്സേജ് അയച്ചതിനകത്ത് കമന്റ് മെസ്സേജ് അയച്ചാലും പറയാൻ. പറയുന്നതിന് പകരം ഇതിന്റെ താഴെ ഇങ്ങനെ കമന്റ് എന്നുണ്ടാവും, മെസ്സേജ്. അവിടെ മെസ്സേജ് അയച്ചാല് 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര വയസ്സാവുമ്പോഴാണ് കുട്ടിക്ക് ഒരു കോഴീനെ ഒരു തെറ്റും കൂടാണ്ട് വരക്കാൻ പറ്റുക. എത്ര? +2. ആ, +2 എന്നാ പറഞ്ഞത്. അപ്പോ ഇവിടെ 4 ചിത്രങ്ങളുണ്ട്. ഒന്ന് 1ാം ക്ലാസ്സിന് വരച്ചത്, 4ാം ക്ലാസ്സിന് വരച്ചത്, 8ാം ക്ലാസ്സിന് വരച്ചത്, +2 വരച്ചത്. അത് +2 വരെ എത്തുമ്പോൾ ഈ കുട്ടിക്ക് എല്ലാം ശരിയാവുന്ന കോഴിനെ വരക്കാൻ പറ്റുന്നതാണ് ആരോ ഒരാൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല.
ആ പുള്ളി പ്ലസ് ടു കഴിഞ്ഞ് പിന്നെയും 4 വർഷം കഴിഞ്ഞിട്ട് ഒരു കോഴിനെ വരച്ചാണ് ആ പ്ലസ് ടു വരച്ച കോഴിനേക്കാൾ ഭംഗിയില്ല. വീണ്ടും 4 വർഷം കഴിഞ്ഞിട്ട് വരച്ചാൽ വീണ്ടും ഭംഗിയില്ല. അങ്ങനെ നമ്മൾ എത്രത്തോളം പിന്നെ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ വെറുതെ ജീവിച്ചപ്പോഴാ നമ്മൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നോക്കണം. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഇങ്ങനെയാണ് ഫസ്റ്റ് കോഴിനെ വരച്ച് ആ 1-ാം ക്ലാസ്സിൽ ആ കുട്ടി ഇങ്ങനെ വരച്ചു. ആ കുട്ടി ഇങ്ങനെ കോഴീനെ വരച്ചിട്ട് ഇത് ടീച്ചറെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും ഒക്കെ ഒരു മടിയുണ്ടായിരുന്നില്ല. കാരണം 1-ാം ക്ലാസ്സിലെ കുട്ടി കോഴീനെ കാണുമ്പോ ഇത്രയൊക്കെ കാണുമല്ലോ. ഈ കോഴി ഓക്കെ എല്ലാം തികഞ്ഞൊരു കോഴിയാണ്. പക്ഷെ ഈ കുട്ടി 4-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് അറിയാം, അയ്യോ കോഴിക്ക് എഴുതി വരച്ച ശരിയല്ല. കാരണം കോഴിക്ക് കഴുത്തുണ്ട്. പിന്നെ കോഴിന്റെ പൊക്ക് ഇങ്ങനെയാണ്, കാക്കയുടെ പൊക്ക് ഇങ്ങനെയാണ്, കാക്കയുടെ ചെലവ് ഇങ്ങനെയാണ്, കോഴിന്റെ വാല് ഇങ്ങനെയാണ്. ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നത് 4-ാം ക്ലാസ്സിലേക്ക്. പിന്നെ കുട്ടി വളരുമ്പോൾ 8-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് കുട്ടിക്ക് പിന്നെ മനസ്സിലാവുന്നത് എന്റെ വിരൽ ഇങ്ങനെയാണ്, നഖം ഇങ്ങനെയാണ്, പിന്നെ വാലുകൾ ഇങ്ങനെയാണ്, അതിനകത്ത് അമിതവാലുണ്ട്, തലയിലൊരു കിരീടമുണ്ട്. പ്ലസ് ടു എത്തുമ്പോൾ വീണ്ടും കൂടുതൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. എന്റെ കഴുത്തിന് ഇങ്ങനത്തെ തൂവലുണ്ട്, തലയിൽ കിരീടം മാത്രമല്ല ഇവിടെ താഴെ ഒരു പിന്നെ ഭാഗം കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കോഴീനെ കണ്ട് 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 നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവും. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മുടെ ചിത്രം കൂടുതൽ ഇങ്ങനെ നന്നാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചിത്രം നന്നായിട്ട് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും നന്നായിട്ട് നോക്കണം. നമ്മുടെ ചുറ്റിലുള്ള പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ചെടികളുണ്ട്, മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്, പുഴയുണ്ട്, പുഴയിൽ കുളങ്ങളുണ്ട്, മീനുണ്ട്. അങ്ങനെ അതിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാണാം. ഇങ്ങനെ കാണുമ്പോൾ ആ കാണുന്നതാണ് നമ്മൾ പിന്നീട് ചിത്രമാക്കിയിട്ട് വരക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തെ നന്നായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളത് ചിത്രം വരയ്ക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചിത്രം വളരെ നന്നായിരിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിത്രം വരയ്ക്കുന്നത് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ശരിയാവില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മരത്തെ നമുക്ക് വരയ്ക്കുന്ന പേടിയാണ്. ഈ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന നമ്മൾ പോകില്ലേ, ഇങ്ങനെ പോയി കാട് തറയിൽ കുത്തും, പിന്നെയും പോകും, വീഴോ എന്നൊരു പേടിയാണ്. പക്ഷെ സൈക്കിൾ ഓടിക്കാൻ പഠിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട്. അതുപോലെ വരച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ വരക്കും ഇങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈനിന്റെ ഭംഗി ഇതിനുണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, തെറ്റോ എന്നുള്ള പേടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു വര വരച്ചാൽ 2 തവണ മാറും. പെൻസിലിനേക്കാൾ കൂടുതൽ നമ്മൾ ഇറേസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിത്രം വരച്ചത്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു പിന്നെ എളുപ്പവഴി ആണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിന് നല്ല ഒരു പിന്നെ ഒഴുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആവാൻ വേണ്ടി, പേടിയില്ലാണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഒന്നല്ല 1-2 എക്സസൈസ് ആണ് പറയുന്നത്. പെൻസിൽ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. പെൻസിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശീലിച്ച് നോക്കുക. ഇങ്ങനെ പെൻസിൽ പിടിക്കാൻ പറ്റുക. പിന്നെ സാധാരണ പോലെ ഇങ്ങനെ പെൻസിൽ പിടിക്കുക. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യുക, അതുപോലെ വട്ടം വരും. എങ്ങനെ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക. അതിന്റെ ആ വട്ടത്തിന്റെ ചുറ്റും കരുതുക. അതിന്റെ മേലക്കൂടി ഇങ്ങനെ വട്ടം വരും. കൈ നമ്മൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും.
അപ്പൊ ഈ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് സ്കൂളിലെ പ്രവർത്തന മത്സരം ഉണ്ടാവുന്നത് 12 സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഒരു വട്ടം വരും. എന്നിട്ട് ഉള്ളിലൂടെ ഓടും. എന്നാലും നമുക്ക് സമ്മാനം കിട്ടും. ഉള്ളിലൂടെ ഓടിയിട്ട് നമ്മൾ എത്തുന്നതാണ്. ഇതാണ് ഫസ്റ്റ്. അതില് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് നമ്മളൊരു റാപ്പ് വരയ്ക്കുന്നത് പോലെ നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം വരച്ചിട്ട് വട്ടം ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ കൈനോട് പറയണം. ആ വട്ടത്തിലൂടെ ഇങ്ങനെ ഓടുന്ന് പറയാം. ഇങ്ങനെ നമ്മളെ കൈയിനോട് നമ്മളെ വട്ടത്തിലൂടെ തന്നെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോഴും അങ്ങനെ പറയുന്നത് നമ്മുടെ കയ്യിൽ കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെ എങ്ങനെ നോക്കുക. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ടയറുണ്ട്, ചക്കൻ പോലെയുള്ള ഈ ഒരു വട്ടം. അതിന് നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ JCBയിലൊക്കെ ടയർ പോലെ നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് അനുസരിക്കും. അതിങ്ങനെ സൈക്കിൾ ടയർ പോലെ ചെറുതാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ പറയുന്നത് നന്നായിട്ട് അനുസരിക്കണം എന്നാണ് അതിനർത്ഥം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്റെ കൈയൊക്കെ ശരിയാണ് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ശരിയാവില്ല. ഇങ്ങനെ വരയ്ക്കാം. ഫ്രീ ആയിട്ട് സ്പീഡിൽ ഇങ്ങനെ വരയ്ക്കാം. അത് നിങ്ങൾക്ക് ചെറുതും വരക്കാം, വലുതും വരക്കാം, ഇടത്തോട്ടും വരക്കാം, വലത്തോട്ടും വരക്കാം. എങ്ങനെ കയ്യിനെ ചലിപ്പിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് വരയ്ക്കണം. കാരണം നമുക്ക് പേപ്പറിൽ വലിയ ആനേനെ വരയ്ക്കേണ്ടി വരും, ചെറിയ എന്തിനെ വരയ്ക്കാൻ ചെയ്യും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കയ്യിൽ വലുതായി ചലിപ്പിക്കേണ്ടി വരും, ചെറുതായിട്ട് ചലിപ്പിക്കേണ്ടി വരും, വലിയ വര വരയ്ക്കേണ്ടി വരും, ചെറിയ വര വരയ്ക്കും. അപ്പൊ ഇങ്ങനെ വലിയ റൗണ്ട് വരച്ചിട്ട് അതിലൂടെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയാം. ചെറിയ റൗണ്ട് വരച്ചിട്ട് അതിലൂടെയും കൈകാര്യം പറയാം. ഇടത്തോട്ട് വരച്ചിട്ട് അതിലൂടെ കൈകൊണ്ട് പോകാൻ പറയാം. വലത്തോട്ട് വരച്ചിട്ട് അതിലൂടെയും കൈകൊണ്ട് പോകാൻ പറയാം. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു എക്സസൈസ്. ഫ്രീ ഹാൻഡ് നിങ്ങളുടെ കയ്യിന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ട വേറൊരു എക്സസൈസ് ആണ് ഇങ്ങനെ പെൻസിൽ പിടിക്കുക, ഇങ്ങനെ 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 ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാ, കാണിട്ടാണ് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, അതിലൂടെ തിരികെ വരിക, അതിലൂടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ വരിക, അതിലൂടെ ഇങ്ങോട്ടേക്ക് വരിക, അതിലൂടെ അങ്ങോട്ടേക്ക് വരിക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ ഇല്ലെങ്കിൽ രാവിലെ തെറ്റിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ശ്രദ്ധ എത്ര സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കണം. അത് അല്ലെങ്കിൽ നമ്മൾ ചിത്രഭാവം തെറ്റിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണം. അതിലൂടെ പിന്നെ ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, റൗണ്ട് പോലെ ആവരുത്, 8 കഴിഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ആവും, സ്ട്രൈറ്റ് ആവും. അതൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റ് ആവും. ഇത് രണ്ടും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു ഒഴുക്ക് കിട്ടും. എന്തും വരയ്ക്കാൻ പറ്റുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഒഴുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഡ്രോയിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ നിങ്ങൾ എന്നും ചെയ്ത് നോക്കുക. സ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുക. പഴയ പുസ്തകമൊക്കെ ഉണ്ടാവും, പേജൊക്കെ ബാക്കിയുള്ള പുസ്തകം, അതിനകത്ത് പേന എടുത്തിട്ട് ചെയ്യുക. പെൻസിലല്ല, പേന തന്നെ. അതുപോലെ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചു തരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ പേന എടുത്തിട്ട് പെൻസിലല്ല പേന എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു ഇത് കിട്ടും. ഇങ്ങനെ എടുത്തോട്ടും വലുതും ചെറുതൊക്കെ ഇങ്ങനെ ചെയ്യുക. പഴയ വേസ്റ്റ് പേപ്പറിൽ പേന ഒന്ന് ചെയ്യും. ഇത് ആണ്
ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ആദ്യം ചെയ്തത് നമ്മൾ പറഞ്ഞു, നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ്. പിന്നെ പറഞ്ഞതാണ് ഇത്. ഇനി നമുക്ക് ചിത്രം വരയിൽ തുടക്കം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ ചിത്രം വരയിൽ വരയ്ക്കുന്ന വരകള്, പലതരം വരകള്, ആ വരകള് പരിചയം. ഇങ്ങനെ വരയ്ക്കുന്ന വരയും ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും. ഒരു ചതുരം വരയ്ക്കണം, ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നത് അങ്ങനത്തെ ലൈൻ. അതുപോലെ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസ്, ഇങ്ങനെ വരയ്ക്കുന്ന വരയിൽ നമ്മൾ പറയുന്ന പേര് തിരശ്ചീന രേഖ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനുകൾ. ഇങ്ങനെ വരയ്ക്കുന്ന വരന് കുത്തനെയുള്ള വര അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എന്നൊക്കെ പറയും. അപ്പൊ ഈ വരകളൊന്നും കൂട്ടിമുട്ടില്ല, അപ്പൊ ഇങ്ങനെ പോകും. റെയിൽവേ ട്രാക്ക് പോകുന്ന പോലെ ഇങ്ങനെ പോകും. ഇതിൽ അടുത്തൊരു ലൈൻ വെച്ചാൽ അത് ഇങ്ങനെ പോകും. അത് എവിടെയും പോയിട്ട് കൂട്ടി നിർത്തില്ല, അങ്ങനെ പോകും. പെട്ടെന്ന് നീളത്തിൽ വരച്ചാൽ അങ്ങനെ കൂട്ടി നിർത്താണ്ട് പോകും. എന്നാൽ ഈ വര നമ്മളൊന്ന് ചരിച്ചിട്ടാ വരച്ചത്. എങ്ങനെയാണ് ഒരു ലൈന് വരച്ചത്, ഒരു ലൈൻ ഇങ്ങനെയാണ് വരച്ചത്, എവിടെയെങ്കിലും പോയി കൂട്ടും. ഇങ്ങനത്തെ വര എന്ന് പറയുന്ന പേര് കൂട്ടി നിർത്തുന്ന വര, ഒരു കണക്റ്റിംഗ് ലൈനാണ് ഇങ്ങനത്തെ വരനെ പറയുന്നത്. പിന്നെ നമ്മൾ ഈ പുഴ തിരമാലയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ വരയ്ക്കുന്ന വരന് പറയുന്ന പേര് സിക്സാഗ്. അപ്പൊ ഇങ്ങനെ കുറച്ച് തരം ലൈൻസുകൾ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. പിന്നെ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേസിക് ഷേപ്സ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറേ തരം ഷേപ്പുകളുണ്ട്. പക്ഷെ ചിത്രം വരയിൽ നമ്മൾ 4 ഷേപ്പുകളെ കുറിച്ചാണ് അറിഞ്ഞിരിക്കുക. അതിൽ ഒന്നാമത്തെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടാണ്, വട്ടം. നമ്മൾ ഫസ്റ്റ് വരച്ച് പഠിച്ച്. പിന്നെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ. സ്ക്വയർ പറഞ്ഞാൽ സമചതുരം. ഇങ്ങനെ ഈ വീതി എത്രയാന്ന് വെച്ചാൽ അത്ര തന്നെ ഉയരം. ഈ ഉയരം പോലെ ഈ മേലത്തെ വീതി പോലെ ഇവിടെ വീതി, ഈ ഉയരം പോലെ ഇവിടെ ഉയരം. ഇങ്ങനെ ഒരേ നീളം വീതിയുള്ള ചതുരത്തിനെ പറയുന്ന പേരാണ് സമചതുരം. ഇതാണ് സ്ക്വയർ. പിന്നെ ചതുരം, സാധാരണ ചതുരം. അപ്പൊ അത് അതിന്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും, വീതിയിൽ വ്യത്യാസം ഉണ്ടാവും. നീളം വീതി ഏതെങ്കിലും വലുതായിരിക്കും. അതുപോലെ തന്നെ ചതുരം, ഇത് സമചതുരാണ്, ഇത് ചതുരാണ്. പിന്നെ അപ്പൊ ഇങ്ങനെ 4 ഷേപ്പുകൾ ഡ്രോയിങ്ങിനായി. എന്തിനത് പഠിക്കുന്നത് വെച്ചാല് നമ്മൾ വരയ്ക്കുന്ന എല്ലാ വസ്തുവിലും ഈ ഷേപ്പുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന വസ്തുവില് പിന്നെ ഈ ഷേപ്പ് ഉണ്ടെങ്കിൽ ഈ ഷേപ്പ് വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. ചതുരം എന്ന് പറയുന്നത് എളുപ്പമാണ്, നമുക്ക് അറിയാം. സമചതുരം എന്ന് അറിയാം, റൗണ്ട് പറഞ്ഞാൽ അറിയാം, റേഡിയോ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന വസ്തുക്കളിൽ ഈ ഷേപ്പ് ഉണ്ടെങ്കിൽ എന്താ എളുപ്പമാണ്, നമുക്ക് ആ ഷേപ്പ് വരച്ചിട്ട് പിന്നെ അതിന്റെ ചിത്രമാക്കിയാൽ മതി. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഷേപ്പുകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഈ ഷേപ്പ് ഉണ്ട്. ഷേപ്പുകള് നമുക്കിങ്ങനെ കാണുന്ന പോലെയുണ്ട്, ഒളിച്ചിരിക്കുന്ന പോലെയുണ്ട്. കാണുന്ന പോലെ പറഞ്ഞാൽ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റൗണ്ട് നമുക്ക് കാണും, റൗണ്ട് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റൗണ്ട് കാണൂല. ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റൗണ്ട് കാണൂല, പക്ഷെ അതിനകത്ത് റൗണ്ട് ഉണ്ട്. അതാണ് ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത്.
ഒരു ഐസ്ക്രീം കോൺ എടുത്തു കഴിഞ്ഞാൽ കോൺ ഐസ്ക്രീം അതിനകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഒരു ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ട്രയാങ്കിൾ ഉണ്ട്, പക്ഷെ അത് ഒളിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചുറ്റിലുള്ള വസ്തുക്കളില് ബേസിക് ഷേപ്പ് ഉണ്ട്. അത് ചിലതിലൊക്കെ നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും, ചിലതിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, പോലെ ആയിട്ടുണ്ടാകും. അപ്പൊ ഇത് നമുക്ക് വസ്തുക്കൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ഷേപ്പ് വരയ്ക്കുമ്പോൾ ഈസി ആയിട്ട് ഇതിനെ വരയ്ക്കാനായിട്ട് പറ്റും. ഞാനൊരു മാങ്ങ വരയ്ക്കുകയാണ്. മാങ്ങ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ റൗണ്ട് ആകുന്നത്. ഇത് റൗണ്ടാണ്. എനിക്ക് വരയ്ക്കേണ്ടത് മാങ്ങയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു മാങ്ങന്റെ അകത്ത് റൗണ്ട് ഉണ്ട്, ഒരു വൃക്കമുണ്ട്, അത് അതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇത് മാങ്ങയാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വൃത്തത്തിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഇതിൽ നിന്നൊന്ന് ലൈന് ഇങ്ങനെ വരച്ച് ഇടുന്നത് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഈസിയാണ്. നമുക്ക് മാങ്ങേന്റെ ഷേപ്പ് കിട്ടാൻ വളരെ ഈസിയാണ്. അല്ലാണ്ട് നമ്മൾ മാങ്ങേന്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. മാങ്ങയുടെ ബേസിക് ഷേപ്പ് റൗണ്ട് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് അതിന്റെ കൂടെ റൗണ്ടിന്റെ കൂടെ മാങ്ങാവാൻ എന്താണോ ചേർക്കേണ്ടത് അത് അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വരയ്ക്കാം. മാങ്ങ വരച്ചിട്ട് ചെയ്യാം. മാങ്ങപ്പൊടി എന്ത് വേണം, മാങ്ങ ഈ ഇലയും കൂടെ മാങ്ങയാണ് എന്നറിയുന്നത്. ഒരു മാങ്ങയുടെ ഇലയും കൂടെ വിടട്ടെ. മാങ്ങന്റെ ഇല ഇങ്ങനെയാണ് ഇങ്ങനെ വരച്ചു. ഇവിടെ എത്തുന്നത് മാങ്ങന്റെ പിന്നിലാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കാണൂല. പിന്നെ മാങ്ങ കഴിഞ്ഞിട്ട് ബാക്കി രാത്രി ഇങ്ങനെ പിന്നെ നമ്മുടെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ബാക്കി ഇങ്ങനെ വരച്ചു. ഇനി മാങ്ങേന്റെ ലീഫ്, ഇത് മാങ്ങേന്റെ ഇലേന്റെ നടുവിലൊരു ഒരു വരയുണ്ടാവും, ഒരു മഞ്ഞ കളറിൽ വരയുണ്ടാവും. ആ വരയാണ് ഇപ്പൊ വരച്ചത്. ഇനി അതിന്റെ ഇല വരക്കുന്നത് ഇതാണ്. ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ അറ്റം ഇങ്ങനെ. ഇനി അതുപോലെ ഈ സൈഡ് ഇങ്ങനെ അന്നും ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു ഇതിനകത്ത് കൂടെ പോയി നമ്മൾ കാണുന്നില്ല. പിന്നെ ഇവിടെ കാണുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ പിന്നെ ഉണ്ടാവും ഈ ഉണ്ടാവും
അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് നിങ്ങളുടെ ഇപ്പൊ വീട്ടിൽ അടുത്തൊക്കെ മാങ്ങ ഉണ്ടാവും, മാവുണ്ടാവും, മാങ്ങ ഉണ്ടാവും സമയമാണ്. മാവിലൊക്കെ മാങ്ങ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ വേണ്ടി അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ ശരിക്കും ഇങ്ങനെ തന്നെയാണല്ലോ. ഇങ്ങനെ തന്നെയാണ്, വേറെ വ്യത്യാസമുണ്ട്. ഉണ്ടാവും മാങ്ങ കുറച്ചും കൂടെ വീടും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കുക. മാവിന്റെ മരത്തിന്റെ ചോട്ടിൽ ഉണ്ടാവും, ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ട് നോക്കുന്നത് തന്നെയാണ് മാവിന്റെ ഇലയില്ല. മാങ്ങ ഇന്നത്തെ എല്ലാ മാങ്ങ ഇങ്ങനെയാണോ, ചില മാങ്ങകൾക്ക് വ്യത്യാസമുള്ളൂ. അതൊക്കെ നിങ്ങൾ പറയും എന്റെ വീട്ടിലത്തെ മാങ്ങ ഇങ്ങനെയൊന്നുമല്ല ഇങ്ങനെ പറയും. പിന്നെ മാവിന്റെ വീട്ടില് ചിലപ്പിങ്ങനെ കരച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വരയ്ക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ബേസിക് ഷേപ്സ് വെച്ചിട്ട് ചിത്രം വരയ്ക്കുക. അത് നമുക്ക് വളരെ എളുപ്പമാണ്. അത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ വസ്തുവിൽ ഏത് ബേസ് ഷേപ്പാണ് ഒഴിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ട്രയാങ്കിൾ ആണോ, അല്ലെങ്കിൽ ബോക്സ് ആണോ, അല്ലെങ്കിൽ റൗണ്ട് ആണോ, സ്ക്വയർ ആണോ, അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ബോളൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഒരു വട്ടം വരച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ബോളാണ്. പിന്നെ അതിന്റെ ബോളിന്റെ മേലെ തന്നെ അതിന്റെ ഡിസൈൻ കളറൊക്കെ ഉണ്ടാവും, അത് എടുത്താൽ മതി, ബോളാണ്. ഒരു വീട് വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അതിന്റെ ചതുരത്തിനുള്ള അതിന്റെ ചുമര് ട്രയാങ്കിൾ ഷേപ്പിലില്ല. ഓടിട്ട വീടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ട വീടൊക്കെ ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നൊരു മേൽക്കൂരയില്ല. അപ്പൊ അതും വരച്ചു കഴിഞ്ഞാൽ അത് ട്രയാങ്കിൾ ഷേപ്പ്, അതിന്റെ ചുമരൊക്കെ ചതുര ഷേപ്പാണ്. നമുക്ക് എളുപ്പം. വാതിൽ പറയുന്നത് ചതുരാണ്, ജനല് പറയുന്നത് ഒരു ചതുരാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ ടി വി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മേശ, കസേര, അതൊക്കെ ഷേപ്പുകളാണ്. പിന്നെ നമ്മൾ ഒരു കുതിരേനെ വരയ്ക്കാൻ നോക്കിയാലോ, മനുഷ്യനെ വരയ്ക്കാൻ നോക്കിയാലോ, അപ്പൊ നമ്മൾ വിചാരിക്കും അതിനകത്തൊന്നും ബേസിക് ഷേപ്പ് ഇല്ല. പക്ഷെ ബേസിക് ഷേപ്പ് ഉണ്ട്, അത് ഒഴിച്ചിരിക്കുക. ഏത് പറഞ്ഞ പോലെ ക്യാരറ്റിനകത്ത് ട്രയാങ്കിൾ ഐസ്ക്രീമിനകത്തില്ല. ഐസ്ക്രീമിനകത്ത് അതേ ഷേപ്പ്. പക്ഷെ ക്യാരറ്റിനകത്ത് ഉണ്ടോ നോക്കിയാൽ കാണും. പക്ഷെ എന്ത് പറ്റും, ഇതുപോലെ ഷേപ്പ് അതിനകത്ത് വെച്ചിരിക്കുന്ന ഷേപ്പ് ഏതാ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് വരച്ചാൽ മതി. ശരി, അപ്പോൾ ഒരു ചിത്രം നിങ്ങൾ എന്റെ കൂടെ വരയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പേപ്പറോ പെൻസിലോ പുസ്തകമാണ് നല്ലത്. പേപ്പറൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരച്ചത് നമ്മുടെ പേപ്പറാണെങ്കിൽ നാളെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇന്ന് വരച്ചത് പോയി വിചാരിക്കും. അല്ല, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പഴയ ചിത്രങ്ങളൊന്നും ഇല്ലാണെങ്കിൽ നമുക്കറിയില്ല ഇത് ഞാൻ ഫസ്റ്റ് വരച്ച പോലെ തന്നെയാണ് ഇത്രയും വരയ്ക്കുന്നത്, അത് എന്റെ കാലം നന്നാവുന്നുണ്ടോ എന്ന്, എനിക്കൊക്കെ കുറച്ചും കൂടി ഈസിയായി വരയ്ക്കാൻ പറ്റുന്നില്ല ഒന്നും നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ വരയ്ക്കുന്നത് പുസ്തകത്തിലാണെങ്കിൽ അതിന്റെ പേജിൽ ഫസ്റ്റ് പേജിലുള്ളത് നോക്കിയിട്ട് ഇപ്പോഴത്തെ പേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ വരയ്ക്കുന്ന ശരിയാവുണ്ട്. ഇപ്പോഴത്തെ വരയിൽ ഇങ്ങനെ തെറ്റും പേടിക്കുന്ന വരയൊക്കെ വരുന്നുണ്ടോ, എന്താ വരയൊക്കെ സ്മൂത്താണ്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊരു പുസ്തകമാണ് പിന്നെ ഉപയോഗിക്കേണ്ടത്. ഒരു കാര്യമില്ലാത്ത അല്ല, സാധാരണ പുസ്തകമാണെങ്കിൽ ഇപ്പൊ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് സാധാരണ നോട്ട് പുസ്തകമാണെങ്കിൽ കുഴപ്പമില്ല. കളറൊക്കെ ചെയ്യുന്നത് കുറച്ച് പറ്റുന്ന പേജുകളാണ്. അപ്പോ ഈ ഒരു ചിത്രം നിങ്ങൾ എന്റെ കൂടെ നോക്കി വരയ്ക്കുക. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷേപ്പ് ചതുരാണ്.
അതുപോലെ ഞാനൊരു ചതുരം ഇങ്ങനെ ഇട്ടത് ഇങ്ങനെ ഒരു ചതുരം കുറച്ച് ചരിഞ്ഞിട്ടാണ് ഒരു ചതുരം ഒരു വര വരയ്ക്കും. ചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു വര വരയ്ക്കും. വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ ഒരു വര ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അപ്പൊ ഒരു ചതുരം വെച്ച് നമുക്ക് ചതുരല്ല വേണ്ടത്. ഞാൻ ഒരു ചിത്രം വരയ്ക്കുന്ന ആ ചിത്രത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഷേപ്പാണ് ചതുരം. അപ്പൊ അതിന് ഞാൻ ഷേപ്പ് വരച്ചു. ഇനി ആ ചിത്രം വരയ്ക്കണമെങ്കിൽ ഈ ഷേപ്പ് ചതുരത്തിന്റെ കൂടെ നോക്കിയോട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം ആക്കാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, എന്തൊക്കെ ഭാഗങ്ങളാണ് ചേർക്കുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചതുരത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ ഒരു ചതുരത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ലൈൻ. ഇപ്പുറത്ത് അതുപോലെ ഒരു ലൈൻ. ഈ രണ്ട് ലൈനും ഒരേ വലുപ്പമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോലെ ചതുരത്തിന്റെ താഴ്ഭാഗം പിന്നെ എന്ത് ചെയ്യാ, ഇവിടെ ഇങ്ങനെ ഇനി എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഗ്ലേസർ ഉണ്ടാവും. ഗ്ലേസർ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ച ചതുരത്തിന്റെ കുറച്ച് കണ്ടിട്ട് ഭാഗമുള്ള ഇങ്ങനെ അവിടെ ആ ഒരു വര വേണ്ട വെച്ചോ. മൂല ഇങ്ങനെ വെച്ച് മായ്ച്ച് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പോകുന്ന ലൈന് ഇങ്ങനെ വളച്ച് വെച്ചു. അതിങ്ങനെ വളഞ്ഞിട്ട് ഈ വരയിലേക്ക് എത്തിച്ചു. ആദ്യം ഉണ്ടാകുന്നത് ഇങ്ങനെ ചതുരായിരുന്നു, അതിന്റെ ഇങ്ങനെ നീളുന്ന പോലെ ഇങ്ങനെ അതുപോലെ ഇവിടെ ഈ വര ഈ വരയും ഇങ്ങനെ യു പോലെ പിന്നെ ഈ താഴത്തെ ലൈൻ വരുന്നുണ്ട് ഇങ്ങനെ, അത് ഇവിടെ ഈ വരയുടെ അവിടേക്ക് പോയിട്ട് ഇങ്ങനെ താഴത്തെ വരയിലേക്ക് ഇതിന്റെ ഭാഗം ഇങ്ങനെ ചളഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇവിടെ എന്തായാലും വരച്ചിട്ട് അതിനിങ്ങനെ
പിള്ളേർക്ക് ഈ ഭാഗം ഇങ്ങനെ എന്ത് ചെയ്യുക? അപ്പൊ നമ്മളിവിടെ വരച്ചപ്പോ ഈ നെല്ലിന്റെ ഈ ഭാഗം നമ്മൾ കാണുന്നില്ല. അപ്പൊ ആ ഭാഗത്തിന് അടിയിലുള്ള ആ വരയിന് മായ്ച്ചു കളയും. അതേപോലെ അപ്പൊ നമ്മള് ഒരു ചതുരം വരച്ചിട്ടാണ് തുടങ്ങിയത്. ചതുരത്തിന് നമ്മൾ എന്ത് പോയി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ചിത്രത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഷേപ്പ് ചതുരായിരുന്നു. ചതുരത്തിന് നമ്മൾ ഫസ്റ്റ് വരച്ചു. പിന്നെ ആ ചതുരം വരച്ചതിന് ശേഷം ഈ ചിത്രം ആവാണ്. ആ ചതുരത്തിന് ഈ ചിത്രം മാറ്റാൻ എന്തൊക്കെ വേണോ അതൊക്കെ അതിന്റെ കൂടെ വരച്ചു. അപ്പൊ നമുക്ക് വളരെ എളുപ്പമായി. ചതുരാണ് അതൊരു ഷേപ്പ്. ആ ഷേപ്പിന്റെ കൂടെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരച്ചു ചേർത്ത് ഇങ്ങനെ ചതുരത്തിന്റെ ഫോർമാറ്റൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വളഞ്ഞ് വരച്ചു. അങ്ങനെ വരച്ച് ഒരു കാലൊക്കെ വെച്ച് ചേർത്ത് നമുക്കൊരു ചിത്രം വരയ്ക്കും. പിന്നെ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈസിയായി ചിത്രം വരയ്ക്കുന്നതൊക്കെ ഈസിയായി. ഇതുപോലെ എന്ത് ചെയ്യാം? നിങ്ങൾ ചിത്രം വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പമാവുന്നുണ്ടോ അതോ പ്രയാസമാവുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എളുപ്പമായി നമ്മളല്ലാണ്ട് ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ ഷേപ്പ് അതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ നമുക്ക് തെറ്റ് വരാൻ സാധ്യത കൂടുതലായിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് കുറച്ചുകൂടെ എളുപ്പമായി. നിങ്ങളൊന്ന് സെർച്ച് നോക്കാം, നോക്കിയിട്ട് പറയാം എങ്ങനെയാണ്, ഏതാണ് എളുപ്പം, ഏതാണ് പ്രയാസം. ഇതുപോലെ ഒരു ചിത്രം നിങ്ങൾ വരക്കണം. വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയച്ചു തരാനും ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഉണ്ട്. 9946732557 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് അയച്ചാൽ മതി. നിങ്ങൾ വരക്കേണ്ട എന്ന് വെച്ചാൽ അത് കപ്പിൽ കിട്ടുന്ന ഐസ്ക്രീം, സ്പൂണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഐസ്ക്രീം ഉണ്ട്. കപ്പ് ഐസ്ക്രീം ബോളല്ല, അതാണ് വരക്കുന്നത്. വരയ്ക്കുമ്പോ ശ്രദ്ധിക്കുക അതിനായിട്ട് എന്ത് ഷേപ്പാണ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഐസ്ക്രീമിന്റെ ഷേപ്പ് ഒന്നുമില്ല. ഐസ്ക്രീം നമ്മൾ ഇടുന്നത് അതുപോലെ പാത്രത്തിന്റെ ഷേപ്പ്. പാത്രത്തിന്റെ ഷേപ്പ് എങ്ങനത്തെ ആണെന്നൊക്കെ റൗണ്ട് ആണോ, സ്ക്വയർ ആണോ, ട്രയാങ്കിൾ ആണോ, റെക്ടാങ്കിൾ ആണോ,
അതെങ്കിലും മനസ്സിലാവും എന്ത് ഷേപ്പാണ്. ചിലപ്പോൾ രണ്ട് ഷേപ്പ് ഉണ്ടാവും, ഒരു ഷേപ്പ് ആയിരിക്കില്ല, രണ്ട് ഷേപ്പ് ഉണ്ടാവും, ചിലപ്പോൾ രണ്ട് ഷേപ്പ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിത്രങ്ങൾ വരച്ചിട്ട് കാണുന്ന വസ്തുക്കൾ. ഐസ്ക്രീം പാത്രത്തിലും എത്ര ഷേപ്പ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ വേണമെങ്കിൽ പറഞ്ഞു തരാം. അതിന്റെ മുകൾ ഭാഗത്ത് ഷേപ്പ് ഉണ്ട്, റൗണ്ടിനെ നമ്മൾ ഇങ്ങനെ പാത്രത്തിന്റെ മുകളിൽ നോക്കുമ്പോൾ റൗണ്ടായിട്ട് പോകുന്നത്, നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കുന്നത് നമുക്കത് ഇങ്ങനെ പോകലായിട്ട് നമ്മുടെ കുറ്റാണ്. നമ്മളത് ചരിച്ച് വെച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ പറഞ്ഞാൽ ഒരു ലൈന് ലൈന് പോയിട്ട് ഇങ്ങനെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ ട്രയാങ്കിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനിവിടെ മുറിച്ച് കളയും. അപ്പോ അത് ട്രയാങ്കിളിന്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ ഒരു ലൈന് ഇങ്ങനെ പോയി ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് അത് ട്രയാങ്കിൾ ആകും. പക്ഷെ ഐസ്ക്രീമുകൾ എന്ത് ചെയ്തത്, ഒരു ഐസ്ക്രീം നമ്മൾ കഴിക്കണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ മുറിച്ചു. അപ്പോ മുകൾ ഭാഗത്ത് വീട് കൂടുതൽ, താഴ്ഭാഗത്തേക്ക് വീട് കുറഞ്ഞ പാത്രമായിട്ട് മാറിയത് വെച്ചുകൊണ്ടാണ്. പിന്നെ അത് പാത്ര തോന്നുന്നതിലേക്ക് മനസ്സിലായി എന്ത് വേണമെങ്കിൽ അതിനൊരു സാധനം പാത്രത്തിന്റെ നടത്ത് നല്ല നേടിയെടുക്കാൻ വേണമെങ്കിൽ നിന്നത് പറയാം. അത് നിങ്ങൾ വരയ്ക്കാം. പിന്നെ ഒരു ഐസ്ക്രീം നടക്കണം. ചെറു പാത്രം കൊണ്ട് കാര്യമില്ല, അങ്ങനത്തെ ഐസ്ക്രീം ഉള്ള പാത്രമാണ് വേണം. ഐസ്ക്രീമിന്റെ മേലെ നിറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഐസ്ക്രീം ഇങ്ങനെ കുറച്ച് ഒരു കാലം അനുഭവം ആകെ ഒരുങ്ങി ഒരുക്കുന്നത് പോലെയൊക്കെ ഐസ്ക്രീം ഇങ്ങനത്തെ ഷേപ്പ് കഴിക്കാൻ താമസിച്ച് വെച്ച് താഴെ ഐസ്ക്രീം നിങ്ങൾ വരാം. ഇത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പാത്രത്തിന്റെ മറ്റു സൈഡ് കാണില്ല, അതിനകത്ത് പഴയ ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാല് നമ്മൾ അത് റൗണ്ട് വരയ്ക്കണം. പിന്നെ ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് കാണുന്നില്ല. അതൊക്കെ ഐസ്ക്രീമിന് പിന്നെ അതില് അതിന്റെ പകുതി ഐസ്ക്രീമിന്റെ വീതിയൊന്നും 40 സ്പൂണിന് വച്ചുമാതി ഒന്നാമത്തെ. ഇങ്ങനത്തെ ചിത്രം നിങ്ങൾ വരക്കണം. ഞാനത് ധൃതിയിൽ വരച്ചതാണ്. നിങ്ങൾ ധൃതിയൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ചിട്ട് വരച്ചിട്ട് ഒന്ന് അയക്കാം കേട്ടോ. അയക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ എഴുതാം. അപ്പോൾ എനിക്ക് നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ അറിയാം. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പറയുന്നത് മനസ്സിലാവുക എന്നൊക്കെ എനിക്കറിയണമെങ്കിൽ അതിലൂടെ നിങ്ങൾ അതിൽ കൂടെ എഴുതാം. ഓക്കെ, ഇതേ പിക്ചറാണ്, പക്ഷെ ഇതുപോലെ നോക്കി വരയ്ക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഐസ്ക്രീമിന്റെ കപ്പ് ഐസ്ക്രീമാണ് വരയ്ക്കേണ്ടത്. ഇത് ഞാൻ ധൃതിയിൽ വരച്ചതാണ്. വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കണം, ഈ ഷേപ്പ് ഇങ്ങനെ ട്രയാങ്കിളൊക്കെ വേണം ആ ഷേപ്പ് വരയ്ക്കാന്. അങ്ങനെ വരച്ചിട്ടത് ഈസി ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതൊരു കപ്പ് ഐസ്ക്രീമും അതിൽ നിറയെ ഐസ്ക്രീം ഉണ്ട്, ഒരു സ്പൂണിന്റെ അങ്ങനത്തെ ഒരു ഐസ്ക്രീമിന്റെ ചിത്രം വരച്ചിട്ട് നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ടോപ്പിൽ നോക്കിയാൽ കാണാം. നമ്പറിലേക്ക് അയക്കുക. അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും നിങ്ങൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്
അതിൽ കൂടെ എഴുതാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ധൃതിയിൽ വരച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ധൃതിയിൽ പറഞ്ഞു പോകുന്നുണ്ടോ? നീ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചിത്രത്തിന്റെ കൂടെ പറഞ്ഞാണ്. ഇത്ര സ്പീഡ് പറഞ്ഞു പോകണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പോലെ ഞങ്ങൾക്ക് അറിയുന്നതാണ്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാല് അതും കൂടെ അതിന്റെ കൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 5 മണിയായി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? അപ്പൊ ശരി, നാളെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ.